So, hello guys, welcome back to another YouTube video. അപ്പോൾ ഗൈസ് തമ്പനയിലൊക്കെ കണ്ട പോലെ കാര്യങ്ങളൊക്കെ എത്തിയല്ലോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൺ ടാപ്പ് അടിക്കുന്ന രീതി എങ്ങനെയാണ്, വൺ ടാപ്പ് നല്ല ഹെഡ് ഷോട്ട് അടിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ആണ്, റെഡ് നമ്പർ കത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോ അതാണ്. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഷെയർ ചെയ്താളേ, നിങ്ങളെ ഫ്രണ്ട്സിനാർക്കെങ്കിലും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാലോ, അതുകൊണ്ട് ഷെയർ ചെയ്താളി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെഡ് ഷോട്ട് അടിക്കുന്ന മുമ്പ് നിങ്ങളെല്ലാവരും കുറച്ച് 2 വർഷത്തെ ആയിട്ടുണ്ടാവും കേട്ടിട്ട് സെൻസി എന്നുള്ള സംഭവം. കുറച്ച് കാലം ഇങ്ങനെ FFൽ എല്ലാവരും അതും ഇങ്ങനെ സെർച്ച് ചെയ്യും, ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നാൽ അതേ ഉള്ളൂ. അപ്പോൾ എന്താണ് സംഭവം ശരിക്കും? സെൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച് പാടന്നെ ഹാക്കറമായി എൻ്റെ ഫുൾ റെഡ് അടിക്കുന്നതൊന്നുമില്ല. സെൻസി യൂസ് ചെയ്യണതോട് എല്ലാവരും വിചാരം കൂടുതൽ ഒരു 30% ആൾക്കാരും വിശ്വസിക്കുന്നത് സെൻസി എന്ന് പറഞ്ഞൊരു ഹാക്കാണെന്നാണ്. ഹാക്കും അല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ സെൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സും പിന്നെ ഗെയിമിലുള്ള സെറ്റിങ്സും ഒക്കെ ചേഞ്ച് ചെയ്യണതാണ്. അല്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആക്കലാണ്. അതിപ്പോൾ എങ്ങനെയാണെന്നിപ്പോൾ പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും. ഇന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് കയറില്ല. ഇപ്പോൾ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഈ നമ്മളെ ഗെയിമിലുള്ള സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. ഗെയിമിലുള്ള ഒരു സെറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ജനറൽ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കൂട്ടിയിട്ട് ആൾക്കാരാണെങ്കിൽ നമ്മൾ ഹെഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ തലേൻ്റെ മേലേക്ക് പോകണം കൂടുതലും. അതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെൻസി ജനറൽ കൂട്ടിയിട്ട് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് കുറയ്ക്കണം. ഇനിയിപ്പോൾ ചിലതുണ്ടാവും ബോഡിയിൽ ലോക്കാവണം. എന്ത് ചെയ്തിട്ട് വേഗം ബോഡി ലോക്കാണ്. 1-2 എണ്ണക്കാണ് ഹെഡ് കയറുന്നത്. അതിന് കാരണം ജനറലി നല്ലതായിട്ട് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു കാരണം സ്റ്റേബിളാക്കി വെക്കണം. ഇതൊക്കെ തന്നെയാണ് സെൻസിയിൽ ഉണ്ടാവുക. ഇവരെന്ന് പറഞ്ഞാൽ ഈ പെയ്ഡ് ആയിട്ടാണ് സെൻസിയൊക്കെ കൊടുക്കണത്. ഞാനൊരു 80% സെൻസിൻ്റെ കാര്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഞാൻ കൈയാണെങ്കിൽ ഒരു സെൻസിൻ്റെ ഒരു ഫയൽ ഫ്രീ ആയിട്ട് തരും ചെയ്യും നിങ്ങൾക്ക്. അത് ഒപ്പിച്ചിട്ടേ ഞാൻ തരുള്ളൂ. ഉറപ്പം തരുന്നില്ല നിങ്ങൾക്ക്. ഒരു 50% നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. ഈ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ജനറലിൽ അങ്ങനത്തെ ഗെയിമിൻ്റെ സെറ്റിങ്സ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് ഗെയിമിൻ്റെ സെറ്റിങ്സ് കുറച്ച് പാടാണ് കണ്ടുപിടിക്കുക. നല്ല ടൈം എടുക്കും. എൻ്റെ ഗെയിമിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷം എടുത്തിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ സംഭവം ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതേപോലെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ സമയം എത്ര എടുക്കുന്നു കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 വർഷം നിങ്ങൾ എടുത്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം കൊണ്ട് നിങ്ങൾക്ക് വെറും 2 മാസം കൊണ്ട് കണ്ടുപിടിച്ച് തീരാം. കണ്ടുപിടിക്കാം. പക്ഷെ ഇത് എക്സ്പേർട്ട് ആവണമെങ്കിൽ ടൈം എടുക്കും. എന്തെന്നാലും നിങ്ങൾ മറ്റേ ഹാക്കർ ലെവൽ ഗെയിം പ്ലേ കളിക്കണമെങ്കിൽ ഇപ്പോൾ റേസ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പ്ലെയർ അറിയില്ലെന്ന് ചോദിക്കണ്ട, എന്തായാലും അറിയലുണ്ടാവും. ഈ റേസ് സ്റ്റാർ എന്നുള്ള പ്ലെയറിന് ഇത്ര ഇമാരി ആക്യുറസിയും മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കിട്ടാൻ കാരണം എക്സ്പീരിയൻസ്, പിന്നെ എന്താ പറയുക സെൻസിറ്റിവിറ്റി. ഈ എക്സ്പീരിയൻസിൻ്റെ കാരണം പറഞ്ഞ കാരണം ഈ റേസ് സ്റ്റാറിനറിയാം ഇന്ന സിറ്റുവേഷന് വരുമ്പോൾ എങ്ങനെ ഡ്രാഗ് ചെയ്യണം എന്നുള്ളത്. റേസ് സ്റ്റാറിന് കൃത്യം അതാണ്. നിങ്ങൾ റേസ് സ്റ്റാറിൻ്റെ ഗെയിം പ്ലേ എടുത്ത് നോക്കിയാൽ മതി. ഒരു റേസ് സ്റ്റാർ കൂടുതലും മറ്റേ കസ്റ്റമിൻ്റെ വീഡിയോ വെച്ചാൽ ഒരു റൗണ്ടിൽ തന്നെ 3-2 വൺ ടാപ്പ് കൂടുതലും ഒരു ബുള്ളറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ടാണ് റേസ് സ്റ്റാർ എന്ത് ചെയ്യണത്, വൺ ടാപ്പ് അടിക്കണത് അല്ലെങ്കിൽ ഫുൾ റെഡ് അടിക്കണത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്യൂർ എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മൾ ഈ പ്യൂർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കുറേ പേര് കളിക്കണില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു ഹെഡ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കണില്ല.
അതിലേക്ക് ഹെഡ് ഷോട്ടിന് വേണ്ടിയിട്ട് നോക്കണം കൂടി ഇല്ല. ഹെഡ് ഷോട്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എന്ത് ചെയ്താലാണ് കാര്യം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താലും ചിലർ പറയണ്ടല്ലോ, എനിക്ക് കുറേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഡെസേർട്ടിൽ എനിക്ക് ദൂരത്ത് നിന്നാൽ അടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുമ്പോൾ അടിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്യണ സംഭവങ്ങൾ കറക്റ്റ് ആവാനായിട്ടാണ് ഈ ഒരു നമ്മൾ എന്താ പറയുക, ഡ്രാഗ് ചെയ്യണ കാര്യം ഇതാകാത്തതുകൊണ്ടാണ് ഹെഡ് കയറാത്തത്. ആ ഹെഡ് കയറ്റണേനുള്ള ഡ്രാഗിൻ്റെ ഇതേപോലെ 80% ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 80% നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് കയറും. അപ്പോൾ നിങ്ങൾക്ക് 100% ആകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ട് കുറച്ച് നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഹെഡ് കയറും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. ഈ വീഡിയോ ഒന്നുമില്ല, അത് കുറച്ച് പാർട്ടായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വീഡിയോൻ്റെ മെയിൻ എയിം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ 2 വർഷമൊക്കെ എടുത്താണ്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ പഠിക്കുന്നത് വരും. 2 വർഷം എന്നല്ല, ചിലവരെ കൂടുതലാണ്. എൻ്റെ ഫ്രണ്ട് 4-5 വർഷം ഇപ്പോഴും കളിക്കുന്നുണ്ട്, അവനക്ക് ഇപ്പോഴും ഹെഡ് ഷോട്ട് അടിക്കാൻ അറിയില്ല. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ ഈ വീഡിയോ ഞാൻ എന്തായാലും അവനക്ക് പറഞ്ഞു കൊടുക്കണില്ല അതൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ എന്താണ് സെൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇതിങ്ങനെ വെച്ച് കളിക്കണോ അത്രയും നിങ്ങൾക്ക് ഹെഡ് കയറ്റാനുള്ളതിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോണിൻ്റെ സെറ്റിങ്സിലൂടെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട, ഫോണിൽ കുറേ സെറ്റിങ്സ് ചെയ്താൽ എന്ത് തേങ്ങ ഉണ്ടാവണം, ഗെയിമിൽ എന്ത് തേങ്ങ ഉണ്ടാവണം. ഗൈസ് നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കുക, ഫോണിൽ റാം കൂടുതലാണെങ്കിൽ എന്ത് തേങ്ങയാണ് ഈ FFൽ ചേഞ്ച് ഉണ്ടാവണത്. ലാഗില്ലാണ്ട് സ്മൂത്തായിട്ട് റേഞ്ചൊക്കെ നല്ലോണം വലിച്ച് ഒക്കെ കളിക്കുക. റാം, ഹെഡ്, റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് കളിക്കുക. ഇത് തന്നെയാണ് ഫോണിൽ കുറേ ഒളിഞ്ഞിക്കണ സെറ്റിങ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോണിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യിപ്പിക്കാമെന്നറിയാം. അടിപൊളിയാക്കി കളിക്കാം. നമ്മൾ ഇപ്പോൾ ഒരു 8 GB റാമിൻ്റെ ലെവലില്ലേ, ഇങ്ങനെ ഒന്നും ചെയ്യാത്ത, ബൂസ്റ്റ് ചെയ്യാത്ത, ഈ സെൻസ് വർക്ക് ചെയ്യാത്ത ആ ഒരു സാധനത്തിൽ ലെവലിൽ എത്തിക്കുക. ഒരു 4 GB റാം, 6 GB 4 GB റാം ഫോണ്, 8 GB ആണെങ്കിൽ ഒരു 12 GB മാക്സിമം. ഒന്നും ചെയ്യാത്തതും ചെയ്തതിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. റീകോയിൽ ഉണ്ടാവില്ല, ആക്യുറസി കൂടും, ലാഗ് ഉണ്ടാവില്ല, റേഞ്ച് ഇഷ്യൂ മിക്കവാറും കുറഞ്ഞു കിട്ടും. ഈ ലാഗ് കുറേ പേര് കാരണം കേട്ടിട്ടുണ്ട്, ലാഗ് ഉണ്ട് എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല, ആകെ 2 GB റാമുള്ളൂ, അതുകൊണ്ടാണ്. മറ്റേതാണ് ഇതും ഉണ്ടാവില്ല, സുഖമായിട്ട് കളിക്കാനൊക്കെ കഴിയും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയൊരു 1 മിനിറ്റിനുള്ളിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞുതരാൻ പോണത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഗെയിമിലുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു ഫയലാണ്ട് തരാം. ഞാൻ ഒരു ആപ്പ് തരാം, മാറിപ്പോയി, ഒരു ആപ്പ് തരാം. ആ ആപ്പിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു സെൻസിറ്റിവിറ്റി, അതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫേക്കാണ്. സെൻസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വർക്കിംഗ് ആണ്. ഇനി വേറൊരു സെൻസിറ്റിവിറ്റി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്കത് വർക്ക് ചെയ്യണില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. വർക്ക് ചെയ്യാത്തവർക്കാട്ടോ. ഇനിയിപ്പോൾ ഒരു വർക്ക് പകുതി ഇത് നോക്കിയിട്ട് പകുതി പോലും വർക്ക് ചെയ്യണില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെൻസിറ്റിവിറ്റി എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റീൻ്റെ ഈ ഒരു സംഭവം പറഞ്ഞത്. ഇത് നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ ആപ്പിൻ്റെ പേര് പറഞ്ഞുതരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. ഇതിൽ പോയി പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചാൽ മതി, സെൻസിറ്റീവ് എന്നാണ് അതിൻ്റെ പേര്. അത് പോയിട്ട് നിങ്ങളതൊന്ന് അടിച്ചിട്ട് ആ ഒരു ആപ്പ് കയറ്റി വെക്കുക. ആ ആപ്പിൽ കൊടുത്തിട്ടുള്ള ഒരു ഒരു സെൻസിറ്റിവിറ്റി നോക്കുക. നിങ്ങൾക്ക് കുറച്ച് മിക്കതും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളുടെ ഫോൺ മിക്കവാറും ഫോണിൻ്റെ DP എന്ന് പറഞ്ഞാൽ 400 MB ഒക്കെ താഴേക്ക് ആയിരിക്കും.
അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു DPI കൊടുക്കുക. എന്നിട്ട് ആ ഒരു 5-6 സെൻസിറ്റിവിറ്റി അതിലുണ്ടാവും. അതിൽ നമ്മൾ മിക്കത് ട്രൈ ചെയ്തിട്ട് കൂടുതൽ നമുക്ക് വർക്കാവുന്നത് ഏതാണെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ ഓരോരോ പാർട്ടാക്കിയിട്ട് ഇടണേ. ഇനി അടുത്തത് മിക്കവാറും ഫോണിൻ്റെ സെറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുവരെ ബൈ എന്ന് പറയുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കുറേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചിട്ടൊരു, കാരണം ഈ സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ. ഹെഡ് ഷോട്ട് അടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേർക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ കഴിയുന്നുണ്ട്. കുറേ പേർക്ക് മൂവ്മെൻറ്റ് സ്പീഡ് ഉണ്ട് വിചാരിച്ചോളൂ. മൂവ്മെൻറ്റ് സ്പീഡ് ഉണ്ടായിട്ട് പക്ഷെ ചില സമയത്ത് ഹെഡ് കയറണില്ല. കുറേ ഡ്രാഗ് ചെയ്ത് ഒരു 100 ഡ്രാഗ് ചെയ്യും. പക്ഷെ ഒന്നൊക്കെയാണ് ഹെഡ് കയറി. ആ ഒരു പ്ലേയേഴ്സിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ അത്രയ്ക്ക് യൂസ്ഫുള്ളാവും. നിങ്ങൾക്കെന്നൊക്കെ പറഞ്ഞാൽ അടി ഹെഡ് അടിക്കുക, അത്രയ്ക്കും അടി കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഡ്രാഗ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഡ്രാഗ് എനിക്കറിയാൻ ഞാൻ പറഞ്ഞു തരലുണ്ടാവില്ല, നിങ്ങളതിൽ പുലികളായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് 100% നിങ്ങൾ പെർഫെക്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി കാത്തിക്കുക. അത് നിങ്ങളെ പിന്നെ പിടിച്ചിട്ട് വലിയ ആൾക്കാരൊന്നുണ്ടാവില്ല. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കളിയൊക്കെ ഉണ്ടാവും. കുറേ പേര് മറ്റേ കുറേ കാലം കളിക്കുന്നത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു പിന്നെ ഇനി വരുന്ന പാർട്ടിലൂടെ നിങ്ങൾക്ക് ഓരെ വെട്ടിക്കാം, ഓരെ തൊള്ളടിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ബൈ.